വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ ഭീതിജനകമായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ അതീവ നിർണായകരമായ ഇടപെടലുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ദുരന്തത്തെക്കുറിച്ച് 2 തലങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് നടത്തിയ പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഈ സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടത്. അപകടമുണ്ടായ സാഹചര്യത്തോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പാരിസ്ഥിതിക സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പ്രത്യേകമായി അന്വേഷിക്കും. അതിനോടൊപ്പം പ്രദേശത്തെ അപകട സാധ്യതകൾ കൃത്യമായി വിലയിരുത്തുന്നതുവരെ തുരങ്കപാതയുടെ എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും അടിയന്തരമായി നിർത്തിവെക്കാനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ദുരന്തം നടന്ന കൃത്യമായ സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കും. കള്ളാടി മേഖലയിലെ ഇത്രയും വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള കൃത്യമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഘട്ടത്തിൽ വിശദമായി പരിശോധിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ പാലിക്കേണ്ടിയിരുന്ന അടിയന്തര മുൻകരുതലുകൾ എന്തൊക്കെയായിരുന്നുവെന്നും അവ കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നുവെന്നും ഈ ഘട്ടത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. അന്വേഷണത്തിൽ ഏറ്റവും നിർണായകരമാകാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ നൽകിയ പരിസ്ഥിതി അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വയനാട്ടിലെ ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി നൽകിയ സമയത്ത് അതീവ കർശനമായ ചില സുരക്ഷാ നിർദ്ദേശങ്ങളും കടുത്ത നിബന്ധനകളും മുന്നോട്ട് വെച്ചിരുന്നു. പാരിസ്ഥിതികമായി അതീവ ദുർബലമായ മലനിരകളിൽ നിർമ്മാണം നടത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇതിൽ വ്യക്തമായിരുന്നു. നിർമ്മാണ കമ്പനിയോ മറ്റു ഉദ്യോഗസ്ഥരോ ഏജൻസികളോ ഈ കേന്ദ്ര നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നോ അതോ അവ ലംഘിച്ചാണോ പണി നടത്തിയതെന്നാണ് രണ്ടാമത്തെ തലത്തിൽ പ്രധാനമായും അന്വേഷിക്കുക. നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്നാണ് സൂചന. ഈ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതുവരെ പദ്ധതി പ്രദേശത്ത് യാതൊരുവിധ പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്ന് സർക്കാർ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ അപകട സാധ്യതകൾ പൂർണ്ണമായും വിലയിരുത്തുന്നതുവരെ നിലവിലുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ അപകട സാധ്യതകൾ കൃത്യമായി പരിശോധിച്ച് ജനങ്ങളുടെയും പരിസ്ഥിതിയുടെയും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഇനി ഇവിടെ തുരങ്കപാതയുടെ പണി പുനരാരംഭിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. നിർമ്മാണ കമ്പനിയെയും ഒപ്പം ഔദ്യോഗിക സംവിധാനങ്ങളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന റിപ്പോർട്ടുകളാണ് വനം റവന്യൂ വകുപ്പുകളിൽ നിന്നും ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നിലവിൽ തുരങ്കപാതയ്ക്കായി വലിയ രീതിയിൽ കട്ടിങ്ങുകളും ഖനനവും നടക്കുന്ന ഈ പ്രധാന പദ്ധതി പ്രദേശത്ത് തൊട്ടുമുകളിലായി തന്നെയാണ് ഈ പുതിയ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലനിരകളുടെ മുകൾ ഭാഗം ഇത്തരത്തിൽ ഇടിഞ്ഞു താഴേക്ക് പോരുന്നത് താഴ്വാരങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും ജീവന് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഈ വിഷയത്തിൽ കടുത്ത നിലപാട് തന്നെയാണ് പ്രഖ്യാപിച്ചത്. പദ്ധതി പ്രദേശത്തിന് തൊട്ടുമുകളിലുണ്ടായ ഈ പുതിയ മണ്ണിടിച്ചിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച പ്രധാന കാരണം. മലനിരകളുടെ മുകൾ ഭാഗം വരെ പാരിസ്ഥിതികമായി തകർന്നു തുടങ്ങിയ സാഹചര്യത്തിൽ പ്രദേശത്തെ അപകട സാധ്യതകൾ ശാസ്ത്രീയമായി പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ തുരങ്കപാതയുടെ പണി പുനരാരംഭിക്കാൻ അനുവദിക്കുകയുള്ളൂ. വിദഗ്ധ സമിതിയുടെ കൃത്യമായ കേന്ദ്ര സർക്കാർ നൽകിയ പാരിസ്ഥിതിക നിർദ്ദേശങ്ങളിലെ ലംഘനങ്ങളും പ്രദേശത്തെ പുതിയ മണ്ണിടിച്ചിൽ റിപ്പോർട്ടുകളും അന്വേഷണ പരിധിയിൽ വരുമ്പോൾ വരും ദിവസങ്ങളിൽ നിർമ്മാണ കമ്പനിക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. അപകട സാധ്യതകൾ വിലയിരുത്തിയ ശേഷം മാത്രം നിർമ്മാണം മതിയെന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനം പദ്ധതിയുടെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം. സുരക്ഷാ റിപ്പോർട്ടുകൾ വരുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ഈ വിലക്ക് പൂർണ്ണമായും തുടരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.